2024 പ്രിലിംസിനും വേണ്ടി ഇനിയും നിങ്ങൾ ഒരുങ്ങിയിട്ടില്ലേ? പ്രിലിംസിൻ്റെ പ്രിപ്പറേഷൻ സീരിയസ് ആയിട്ട് ഇനിയും സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ? എന്താണ് നിങ്ങൾ നേരിടുന്ന തടസ്സം? സബ്ജക്റ്റ് റിവിഷൻ ചെയ്യാൻ സാധിക്കുന്നില്ലേ? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് ഇതൊന്നും നിങ്ങൾ കറക്റ്റ് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി കൊണ്ടുപോകാൻ പറ്റുന്നില്ലേ? എങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പ്രിലിംസ് ക്രില്ലർ പ്രോഗ്രാം അഥവാ പ്രിലിംസിലേക്കുള്ള ഒരു ക്രാഷ് കോഴ്സാണ്. അതുപോലെ തന്നെ ഈ അവസാന ഘട്ടം, ഇനിയുള്ള 100 ദിവസം 120 ദിവസം പ്രിലിംസിനു വേണ്ടി നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയുടെ ഭാഗമായിട്ട് കാണുന്നത്. അത്തരം കാര്യങ്ങൾ അറിയാനായിട്ട് പൂർണ്ണമായിട്ട് കേൾക്കുക. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രിലിംസ് ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ നടത്തുന്ന പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇവിടെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാം. വളരെ കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. ഒരു സ്പെഷ്യൽ ഓഫറിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് ഇതിലേക്ക് ചേരാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രിലിംസ് കില്ലർ പ്രോഗ്രാം എന്ന് പറയുന്നത് പ്രിലിംസിലോട്ട് വേണ്ട കംപ്ലീറ്റ് സബ്ജക്റ്റുകൾ റിവൈസ് ചെയ്ത്, ഓക്കെ, അത് ജോഗ്രഫി ഉണ്ടാവും, ഇന്ത്യനും വേൾഡ് ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി, എക്കോണമി, എൻവയോൺമെൻറ്റ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പ്രിലിംസിലോട്ടുള്ള എല്ലാ സബ്ജക്റ്റുകളും ഇൻക്ലൂഡിങ് 1 ഇയർ കറണ്ട് അഫയേഴ്സ് വിത്ത് മെറ്റീരിയൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്, റിവിഷനോട് കൂടി ക്ലാസ് വിത്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെയും മോഡൽ ടെസ്റ്റുകളും ചെയ്തുകൊണ്ട് നടക്കുന്ന പ്രോഗ്രാമാണ് നമ്മുടെ പ്രിലിംസ് കില്ലർ പ്രോഗ്രാം എന്ന് പറയും. അതിൽ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് 2013 മുതലുള്ള ആ ക്വസ്റ്റ്യൻ്റെ പാറ്റേണിൽ വരുന്ന ചേഞ്ച്, അതുപോലെ തന്നെ പുതിയ പാറ്റേൺ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, അപ്പോൾ എലിമിനേഷൻ ടെക്നിക്സ് അതിൻ്റെ ഭാഗമായിട്ടുള്ള അത്തരത്തിൽ പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി, പിന്നെ സമയം എങ്ങനെ കറക്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ പ്രിലിംസിലോട്ട് സിസാറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്, കറണ്ട് അഫയേഴ്സ് എങ്ങനെ കവർ ചെയ്യാം, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ്സാണ് പ്രിലിംസ് കില്ലർ പ്രോഗ്രാം എന്ന് പറയുന്നത്. വളരെ കുറഞ്ഞ ഫീസാണ് ഇപ്പോൾ ഉള്ളത്. താല്പര്യമുള്ളവർക്ക് ഇവിടെയുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ അവസാന ഘട്ടം പ്രിലിംസ് ഉദ്ദേശിക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രിലിംസിലോട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും അത് വായിച്ചെടുക്കണം. അപ്പോൾ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. GS1 മുതൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ, പിന്നെ ഹിസ്റ്ററിയിൽ വരികയാണെങ്കിൽ ആൻഷ്യൻ്റ്, മിഡീവൽ, മോഡേൺ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, ഫിസിക്കൽ ജോഗ്രഫി, അതാണ് വേൾഡ് ജോഗ്രഫി ഉദ്ദേശിക്കുന്നത്. പിന്നെ പൊളിറ്റി, എക്കോണമി, എൻവയോൺമെൻറ്റ്, സയൻസ് ആൻഡ് ടെക്നോളജി, അഗ്രികൾച്ചർ, കറണ്ട് അഫയേഴ്സ്, ഇത്ര കാര്യങ്ങൾ. കറണ്ട് അഫയേഴ്സിൽ വരുമ്പോൾ സൊസൈറ്റിയും ആർട്ട് ആൻഡ് കൾച്ചർ ഇതൊക്കെ കറണ്ട് അഫയേഴ്സിനും നോക്കണം കേട്ടോ. ആ സബ്ജക്റ്റുകൾ നിർബന്ധമായിട്ടും കവർ ചെയ്യണം. 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ വായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വായിക്കുക. ഓൾറെഡി 1 പ്രാവശ്യം വായിച്ച ആളാണെങ്കിൽ 2ഉം 3ഉം റിവിഷൻ ചെയ്യുക, അതാണ് ഉദ്ദേശിച്ചത്. അത് ഒന്നെങ്കിൽ സ്റ്റാൻഡേർഡ് ബുക്ക് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നോട്ട്സ് ഉണ്ടെങ്കിൽ ആ നോട്ട്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കവർ ചെയ്യാവുന്നതാണ്. അതുപോലെ 2013 മുതലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, 23 വരെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കിയിട്ടുണ്ടാവണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിസാറ്റിന് വ്യക്തമായ പ്രിപ്പറേഷൻ വേണം, പ്ലാനിങ്ങോട് കൂടിയ പ്രിപ്പറേഷൻ വേണം. സിസാറ്റ് അങ്ങനെ നോർമൈൻഡ് ആക്കി മാറ്റി വെക്കരുത്. സിസാറ്റ് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സിസാറ്റിൻ്റെ മാത്രമുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ സിസാറ്റ് നല്ല വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി തന്നെ എന്ത് ചെയ്യുക, സിസാറ്റ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്ലസ് അതിന് കൂടെ 1 ഇയർ കറണ്ട് അഫയേഴ്സ് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. പ്ലസ് റിവിഷൻ, എല്ലാ സബ്ജക്റ്റിലേക്കും വേണ്ടതാണ് റിവിഷൻ, വിട്ടുപോകരുതേ. അതുപോലെ തന്നെ ഒരൊറ്റ കാര്യം കൂടി പറയാനുള്ളത് മോഡൽ ടെസ്റ്റും റിവിഷനും ഒഴിവാക്കേ ചെയ്യരുത്. അത് ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രിലിംസിലായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഒരിക്കലും നല്ലതല്ല. അത് ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നല്ല പഠനം, പ്ലാനിങ് തയ്യാറാക്കി 120 ദിവസത്തേക്കും പ്ലാനിങ് തയ്യാറാക്കി പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മെൻറ്ററിങ് പ്രോഗ്രാം ഉണ്ട്. പ്രിലിംസിലോട്ട് മാത്രമുള്ള മെൻറ്ററിങ് ഉണ്ട്, ഡെയിലി മെൻറ്ററിങ് വരുന്ന പ്രോഗ്രാം ഉണ്ട്, വീക്കിലി മെൻറ്ററിങ് വരുന്ന പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലൊക്കെ ജോയിൻ ചെയ്തുകൊണ്ട് പഠിക്കാം. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിലൊക്കെ എന്തെങ്കിലും നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പം നല്ല രീതിയിൽ പഠിക്കുക, പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പം പ്രിപ്പറേഷൻ നന്നായിട്ട് ചെയ്യുക.